ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു നൈനർലി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 മാത്സിൽ വരുന്ന യൂണിറ്റ് 8 ആയ സർക്കിൾ മെഷേഴ്സിലത്തെ ഫസ്റ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണാം. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പാർട്ട് നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഒരു സർക്കിളിൻ്റെ ഡയാമീറ്ററിനെ പറ്റിയിട്ടും അതിൻ്റെ സർക്കംഫറൻസിൻ്റെ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ഡയാമീറ്റർ സർക്കംഫറൻസ് റിലേഷനാണ് നമ്മൾ പറയുന്നത്. ഒരു സർക്കിൾ നമുക്കിപ്പോൾ പേജ് നമ്പർ 152 കൊടുത്തിട്ടുണ്ട്. രണ്ട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്, ഒരു ചെറുതും പിന്നെ അതിനേക്കാൾ കുറച്ച് വലുതും വരച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിൽ ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ സൈഡ്സിനെയും എല്ലാ പോളിഗണിൻ്റെ എല്ലാ സൈഡും സർക്കംഫറൻസിനോട് ടച്ച് ചെയ്യുന്ന രീതിയിൽ പോളിഗൺ വരച്ചിട്ടുണ്ട്. ഇവിടെ ട്രയാങ്കിൾ, സ്ക്വയർ, അതുപോലെ തന്നെ പെൻറ്റഗൺ, ഇതിന് 3 വരച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എപ്പോഴാണ് കൂടുന്നത്? സർക്കിളിന്റെ ഡയാമീറ്ററും റേഡിയസ് കൂടുമ്പോൾ താനെ എന്ത് കൂടും? ഡയമീറ്റർ കൂടും. ഡയാമീറ്റർ കൂടുന്നതോടുകൂടി എന്ത് കൂടുന്നു? ഇവിടെ സർക്കംഫറൻസ് കൂടുന്നു. കാരണം ഈ ഒരു ചെറിയ സർക്കിളിൽ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? ഈ ഒരു ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു സീ ദാറ്റ് ദി പെരിമീറ്റേഴ്സ് ഓഫ് റെഗുലർ പോളിഗൺസ് ഡ്രോൺ വിത്തിൻ ദ സർക്കിൾ ഓഫ് ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾസ്. അതായത് ഈ സർക്കിളിന്റെ ഡയാമീറ്റർ ഇവിടെ നമുക്ക് ഒരു അളവിലാണ് തന്നിട്ടുള്ളത്. ആദ്യം തന്നിരിക്കുന്ന ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഇത്ര ഒരു അളവ്. അപ്പൊ നമുക്ക് അതിനെ എക്സ് എന്ന് എഴുതാം. ഇനി അതിന്റെ പുറത്ത് വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക? ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ഉള്ളിലല്ലേ അടുത്ത സർക്കിൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതാണ് ഫുള്ള് വരിക. അപ്പൊ എക്സ് പ്ലസ് ഇവിടുത്തെ ഈ ഒരു പോർഷനാണ് നമുക്ക് വരിക. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഉള്ളിൽ വന്ന പോർഷൻ, അതിന്റെ പുറത്തുള്ളത് ഇവിടെ നമുക്ക് വൈ കൊടുക്കാം. എക്സ് പ്ലസ് വൈ ആണ് നമ്മുടെ എന്ത്? പുറത്തെ ഒരു ഫുൾ സർക്കിളിന്റെ എന്ത് വരെ ഡയമീറ്റർ വരുന്നത്. എക്സിനേക്കാളും കൂടുതലാണല്ലോ, കാരണം നമ്മളായിരിക്കും എന്തോ കൂട്ടാണ് ചെയ്തത്. എക്സ് പ്ലസ് വൈ ആണല്ലോ ഇത് നമുക്ക് പുറത്ത് വന്നിട്ടുള്ളത്. അല്ലാത്ത കേസുകളും ഉണ്ടാവും, പക്ഷെ നമുക്ക് ഈ ഒരു കേസിൽ എന്താണ്? നമുക്ക് കൂടുതലേ ചെയ്തത്, ഡയമീറ്റർ കൂടുതലേ ചെയ്തത്. അപ്പോ ഈ ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ കൂടുമ്പോൾ അതിന്റെ സർക്കംഫറൻസ് കൂടിയില്ലേ? ഇത്രയിൽ നിന്ന് ഇത്രയിലേക്ക് വന്നില്ലേ സർക്കംഫറൻസ്? ഡയാമീറ്റർ എത്ര വെച്ചാണോ കൂടുന്നത് അത്ര വെച്ച് സർക്കംഫറൻസ് കൂടും. അതായത് ഇവിടെ ഡയാമീറ്റർ ഇത്ര ഉള്ളത് ഇവിടെ നിന്ന് ഇപ്പൊ ഇത്രയും കൂടി. അങ്ങനെയാണെങ്കിൽ അത്ര തന്നെയാണ് ഇവിടെ സർക്കംഫറൻസും ആ ഒരു സ്കെയിലിംഗ് ഫാക്ടർ വെച്ചാണ് ഇൻക്രീസ് ആവുന്നത്. അതായത് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സർക്കിളിന്റെ ഉള്ളിൽ നമ്മളൊരു പോളിഗൺ വരച്ചു. ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എക്സാക്ട് മെഷർ അവർ പറഞ്ഞിട്ടുള്ള 1/2 ടൈംസ് എന്നാണ്. ഇതിപ്പോ 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മളൊരു ട്രയാങ്കിൾ കൂടിയും വരയ്ക്കുകയാണ്. അത് വരയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് ഇതിനെങ്ങനെ ഫുൾ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ശരിയാ? ഓക്കെ, വേണ്ട, അടുത്തത് വരയ്ക്കാം, വേറെ ഒരെണ്ണത്തിൽ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു. രണ്ടാമത്തെ വരച്ചപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലുതാക്കി വരച്ചു. ഇത് തന്നെ നോക്കാൻ നല്ലത്. രണ്ടാമത്തെ വരച്ചു. ആദ്യത്തെ നമുക്ക് 3 സെന്റിമീറ്റർ ആണ്. നമ്മളിവിടെ പറഞ്ഞു ആദ്യത്തെ ഉള്ളിലത്തെ ട്രയാങ്കിൾ 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുള്ള 1/2 വെച്ചിട്ടാണ് അതിന്റെ ലെങ്ത് കൂടിയിട്ടുള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്ത് എന്റെ ലെങ്ത് എത്രയായിരിക്കും വരിക? 3 × 1/2 അല്ലേ? 3 × 1/2 എത്രയാ? 3/1/2 അല്ലേ? 3/1/2 അല്ലേ? 3/1/2 അല്ല, 3/1/2. 3 × 1 is 1. പിന്നെ 3 സോറി, പിന്നെ ഈ 1/2 ആസ് ഇറ്റ് ഇസ്. അപ്പൊ 3/1/2 സെന്റിമീറ്റർ എടുക്കുക അവിടെ. ഓക്കെ, അപ്പൊ റെഗുലർ പോളിഗൺസ് ആർ ഡ്രോൺ വിത്തിൻ 2 സർക്കിൾസ്. ദ ലാർജർ ട്രയാങ്കിൾ സർക്കിൾ ഹാവിംഗ് എ റേഡിയസ് 1.5 ടൈംസ് ദാറ്റ് ഓഫ് ദ സ്മോളർ. വലിയ ഒരു സർക്കിളിന് ഈ ചെറിയതിന്റെ 1.5 ടൈംസ് എന്തുണ്ട്? റേഡിയസ് അല്ല സോറി ഡയമീറ്റർ വരുന്നുണ്ട്. അല്ല റേഡിയസ് വരുന്നുണ്ട്. 1/2 ടൈംസ് റേഡിയസ് വരുന്നുണ്ട്. എന്ത്? അപ്പൊ ഇൻ ഈച്ച് പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജർ റെഗുലർ പോളിഗൺ, ഈ വലിയ പോളിഗൺ ഇതിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത് ഇതിന്റെ റേഡിയസിനേക്കാളും 1/2 ടൈംസ് കൂടുതലാണ് വലിയ സർക്കിളിന്റെ റേഡിയസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള പോളിഗൺ അല്ലേ, അതിന്റെ ചെറിയൊരു പോളിഗണിന്റെ സൈസിന്റെ 1/2 ടൈംസ് കൂടുതലാണ് ഇതിന്റെ സൈസ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത്. ഇനി ഇതേ കാര്യം നമ്മൾ സ്ക്വയറിനും പെന്റഗണിനൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് As we keep on drawing regular polygons of more and more sides within a circle, they get closer and closer to the circle. അതായത്
ഇവിടെ നമ്മളൊരു പെൻറ്റാഗൺ വരച്ചു ഇല്ലേ? ഈ പുറത്തെ പെൻറ്റാഗൺ നോക്കിയാൽ മതി, ഉള്ളിലത്തെ നോക്കണ്ട കേട്ടോ. പുറത്തെ പെൻറ്റാഗൺ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പെൻറ്റാഗൺ വരയ്ക്കുകയാണ്. അയ്യോ, വരയ്ക്കാനൊന്നും അറിയില്ല, അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഞാൻ വരച്ചു. ഇങ്ങനെ ഞാനൊരു പെൻറ്റാഗൺ വരയ്ക്കുമ്പോഴും അതിന് ഇവിടെ അതുപോലെ ഇവിടെ ഒക്കെ കുറച്ച് സ്ഥലം എന്തുണ്ട്, ബാക്കിയുണ്ട്. ആ സർക്കിളിനോട് മുട്ടാതെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ടല്ലോ. ഞാനിത് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോഴും സർക്കിളായി മാറിയിട്ടില്ല, ഇതൊരു പെൻറ്റഗൺ ആണ് അല്ലേ? പെൻറ്റഗൺ ആയിട്ടാണ് നിൽക്കുന്നത്. സർക്കിൾ ആവാൻ ഇനിയും അതിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇത് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ ഒരു പോളിഗണിന്റെ സൈസ്, നമ്പർ ഓഫ് സൈഡ്സ് കൂട്ടിക്കൊണ്ടുവരാണ്. ഇപ്പൊ ഇതിൽ 5 സൈഡ്സ് അല്ലേ ഉള്ളത്, അത് നമ്മൾ 6 സൈഡ്സ് ആക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 6 സൈഡ്സ് ഉള്ള വരണം. ഇത് നമ്മൾ 6 സൈഡ്സ് ഉള്ള വരച്ചു. ഇത് നമ്മൾ 8 സൈഡ്സ് ഉള്ള വരച്ചു. ഇത് 10 സൈഡ്സ് ഉള്ള വരച്ചു. നമുക്ക് 10 ആയപ്പോഴേക്കും ഉള്ള വ്യത്യാസം നോക്കൂ. ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഇത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു ആ ഒരു സർക്കിളും ആ പോളിഗണും തമ്മിൽ. ഇതിൽ അത്രയും വ്യത്യാസമില്ല, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇത് കുറഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാവണേ, നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ സർക്കിൾ തന്നെയാണ് വരച്ചതെന്ന് വിചാരിച്ചോളൂ. സർക്കിൾ തന്നെയാണ് വരച്ചാലും എന്താ, അതിൻ്റെ ആ ഒരു വലുപ്പം, ഉള്ളിലത്തെ ഫിഗറിന്റെ വലുപ്പം കൂടി വരിക. അതായത് ഉള്ളിലത്തെ ഇവിടെ നിന്ന് നമ്മളൊരു പോയിന്റ് ഇട്ടിട്ട് അപ്പൊ നമ്മൾ ഉള്ളിൽ വേറൊരു സർക്കിൾ, ഇപ്പൊ ഈ സർക്കിളിന്റെ ഉള്ളിൽ വേറൊരു സർക്കിൾ വരച്ചു. ഇതിപ്പോ സെന്ററിലല്ല വന്നിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ രണ്ടാമതൊരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ റേഡിയസ് നമ്മൾ കൂട്ടി. ഇനി റേഡിയസ് വീണ്ടും കൂട്ടി. അങ്ങനെ കൂട്ടി കൊണ്ടുവരിക. ഡയാമീറ്റർ കൂട്ടി കൊണ്ടുവരിക വെച്ചാല് ആ എത്ര വെച്ചാണോ ഈ കൂട്ടുന്നത് അത്രയും വെച്ച് തന്നെ സർക്കംഫറൻസും കൂടുന്നു. എന്ത് പോളിഗൺ വരച്ചാലും നമുക്ക് അവസാനം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അത് തന്നെയാണ്. എന്താണെന്നറിയോ? ദി സർക്കംഫറൻസ് ഓഫ് സർക്കിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ദർ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ സർക്കിളിന്റെ ഡയാമീറ്റർ എത്ര വെച്ചാണോ കൂടുന്നത് അത്രയും വെച്ച് തന്നെ അതിന്റെ സർക്കംഫറൻസും കൂടും. ഇനി നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട് ഇപ്പം മനസ്സിൽ കിടക്കണ്ടല്ലോ, അതൊക്കെ ഒന്നിട്ട് മാറിക്കിട്ടും. നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 2 meters ഇസ് മെഷേർഡ് ആൻഡ് ഫൗണ്ട് ടു ബി 6.28 meters. ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 2 meters ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് അതിന്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട് 6.28 meters ആണ് അതിന്റെ സർക്കംഫറൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കാം. How do we compute the circumference of a circle of diameter 4 meters without actually measuring it? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു 2 meter ഉള്ള ഒരു ഡയമീറ്റർ വരുന്ന സർക്കിളിന്റെ സർക്കംഫറൻസ് ഇത്രയാണെങ്കിൽ ഒരു 4 meter വരുന്ന ഒരു ഡയാമീറ്റർ ഉള്ള സർക്കിൾ, ഇത് സർക്കിളാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക കേട്ടോ. ഇതിന്റെ ഒരു ഡയാമീറ്റർ എന്ന് പറയുന്നത് 4 meter ആണ്. അതിന്റെ എന്തായിരിക്കും, എത്ര ആയിരിക്കും ചോദിക്കുന്നത്, സർക്കംഫറൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, പൈ ഡി അല്ലെ, പൈ ഇൻറ്റു ഡി. ഇവിടെ പൈ ഇൻറ്റു ഡി ചെയ്ത് എന്താ കിട്ടുക, പൈ എത്രയാ 22/7. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി 3.1416 ആക്കിയില്ലേ. 3.14നെ നമ്മൾ 2 ആയ ഡയാമീറ്റർ പൈ ഇൻറ്റു ഡി അല്ലേ. പൈ എന്താ 3.14, ഡി എന്താ 2. അത് ചെയ്തപ്പോൾ 3 × 2 6, 14 × 2 28. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്. ഈ ഒരു ആൻസർ അങ്ങനെയാണ് കിട്ടിയത്. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെയും ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, 12.56 ആയിരിക്കും വരിക. കാരണം എന്താ, നമ്മൾ 4 മീറ്ററിന് പൈ എന്താണ്, പൈ ഇൻറ്റു ഡി അല്ലേ, 3.14 ഇൻറ്റു ഡി എന്താ 4 ആണ് ഇവിടെ അല്ലേ. 4 ചെയ്യുമ്പോൾ എന്താ 3/4 എത്രയാ, 3 × 4 എത്രയാ 12 പോയിന്റ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 56 വരും. കാരണം 14 × 4 56 അല്ലേ, അപ്പോൾ 56 അല്ലേ. അപ്പോൾ നമ്മളിവിടെ 12.56 സെന്റിമീറ്റർ ആണ്, മീറ്റർ ആണ് നമുക്ക് ടോട്ടൽ ആൻസർ വരിക. പക്ഷെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് ഈ ഗിവൺ മെഷർ ഉണ്ടല്ലോ ഇവിടെ, 2 മീറ്ററിന്റെ 6.28 ആണെങ്കിൽ 4ന്റെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ നമുക്ക് ഈ ഒരു കാര്യം അറിയേയില്ല, പൈ ഇൻറ്റു ഡി. അങ്ങനെയാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കാര്യം നമ്മൾ വെറുതെ ചെയ്യുന്ന സമയത്ത് പൈ ഡി അല്ലെങ്കിൽ 2πr, നമുക്ക് റേഡിയസ് ആണ് തന്നിട്ടുള്ളത് വെച്ചാൽ 2πr എന്ന ഫോർമുല യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, കാര്യം സെയിം തന്നെയാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഡയാമീറ്റർ ആണെങ്കിൽ എന്താണ്, നേരെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയമീറ്റർ അല്ല, റേഡിയസ് ആണെങ്കിൽ നമ്മൾ 2 times റേഡിയസ് ആണ് ഡയമീറ്റർ, അതുകൊണ്ട് 2 times റേഡിയസ് മൾട്ടിപ്ലൈ ബൈ പൈ ചെയ്യണം. ഇവിടെ 2 മീറ്ററിന്റെ തന്നിട്ടുണ്ട്.
2 മീറ്ററിന്റെ തന്നിട്ട് 4 മീറ്ററിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 മീറ്റർ 4 മീറ്റർ ആവാൻ നമ്മൾ എത്ര മൾട്ടിപ്ലൈ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ബൈ 2 മീറ്റർ അല്ലേ? 2 × 2 അല്ലേ 4 ഇവിടെ? 2 മീറ്റർ അല്ല കേട്ടോ, 2. ഓക്കെ, 2 മീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 2 അല്ലേ ഇവിടെ 4 മീറ്റർ ആയിട്ട് വന്നത്? അങ്ങനെയാണെങ്കിൽ 6.28 മീറ്റർ ഉള്ള ഒരു അതാണല്ലോ ഇതിന്റെ സർക്കംഫറൻസ്. അതിനെ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ ക്വസ്റ്റ്യനിലത്തെ ഈ ഒരു സർക്കിൾ കിട്ടിയത്. ഇതിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടില്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 2 6 are 12. 28 × 2 എത്രയാ? 56. അപ്പൊ കാര്യം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ സർക്കംഫറൻസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് തന്നെയാണ് കിട്ടിയത് അല്ലേ? ആൻസർ സെയിം അല്ലേ നേരത്തെയും കിട്ടിയത്? അതെ, അതുകൊണ്ട് നമുക്ക് അറിയാം അതാണ് ആൻസർ എന്ന്. ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ എത്ര? 2 മീറ്റർ ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് 4 മീറ്റർ ആണ്. അതിന്റെ രണ്ടിന്റെയും തമ്മിൽ എത്ര വെച്ചിട്ടാണ് കൂട്ടുന്നത്? എത്ര മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 ആണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിലത്തെ ഗിവൺ ആയിട്ടുള്ള ഒരു സർക്കംഫറൻസിനെ നമ്മൾ എത്രയാണോ ഇവിടെ ഡിഫറൻസ് വരുന്നത്, ഡിഫറൻസ് ആസ് എത്ര വെച്ചിട്ടാണോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ക്വസ്റ്റ്യനെ എത്ര വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്രയും വെച്ച് നമ്മൾ ഇവിടുത്തെ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. കാരണം എന്താന്ന് വെച്ചാല് ഒരു സ്കെയിലിംഗ് ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ഇവിടെ എത്ര വെച്ചാണോ നമ്മുടെ ഡയാമീറ്റർ കൂടുന്നത് അത്ര വെച്ച് തന്നെ സർക്കംഫറൻസും കൂടും നമ്മൾ പറഞ്ഞു. അപ്പൊ സർക്കംഫറൻസ് ഇത്രയും ഉണ്ടായിരുന്ന സർക്കംഫറൻസ് ഇത്രയാവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് അറിയാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എത്ര വെച്ചിട്ടുള്ള ഈ ഒരു ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ 2 കിട്ടിയത്. നമ്മൾ ഈ 2 ഇതാവാൻ, ഈ 2 ഈ ഒരു നമ്പർ ആവാനായിട്ട് ഇവിടെ 4 ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. നമുക്കിവിടെ 8 തന്നെന്ന് വിചാരിക്കാം, ഇവിടെ 8 മീറ്റർ തന്നെന്ന് വിചാരിക്കാം. 8 മീറ്റർ തന്നാൽ എന്ത് ചെയ്യും? 2 8 ആവാൻ എത്ര വേണം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എത്ര മൾട്ടിപ്ലൈ വരിക? 4 അല്ലേ വരിക? × 4 ചെയ്യും. 2 മൾട്ടിപ്ലൈഡ് ബൈ 4 ആണ് 8. 2 4s are 8. അങ്ങനെയാണെങ്കിൽ 6 പോയിന്റ് ഇതിനെ നമ്മൾ 4 കൊണ്ട് ചെയ്യും. ഇവിടെ എത്ര കൂട്ടുന്നോ, ഇവിടെ എത്രയാണോ ഡിഫറൻസ് വരുന്നത് അതിന് ഇവിടെയും ചെയ്യും. അപ്പൊ നമ്മൾ 6.28 മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്യുമ്പോഴോ 25.12 മീറ്റർ ആണ് ഇതിന്റെ ആൻസർ വരിക. കാരണം എന്താ, ഇതിപ്പോ നമ്മൾ 8 പൈ ആണ് വരിക ആൻസർ, 8 പൈ. അപ്പോ 4 പൈ ആണ് എന്ത്? 12.56. ഓക്കെ, 2 പൈ ആണ് എന്ത്? 6.28. കാരണം എന്താ, നമ്മൾ പറഞ്ഞു ഇതിന്റെ എത്രയാണോ ഡയാമീറ്റർ അത് മൾട്ടിപ്ലൈഡ് ബൈ പൈ ആണ് എന്ത്? അതിന്റെ സർക്കംഫറൻസ്. ഇതും ഇവിടെയാണെങ്കിൽ ഇപ്പോൾ 2 പൈ 4 പൈ ആവാൻ എത്ര വേണം? 2 പൈ വേണം. അപ്പൊ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു 2 കൊണ്ട്. അതുപോലെ ഇവിടെ 2നെ 8 ആക്കാൻ എത്ര വേണം? 4 വേണം. അപ്പൊ നമ്മൾ 4 കൊണ്ട് ചെയ്യുന്നു. മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. കാര്യമൊന്നുമില്ല. സ്കെയിലിംഗ് ഫാക്ടർ എത്ര വെച്ചാണോ ഡയമീറ്റർ കൂടുന്നത് അത്രയും വെച്ച് സർക്കംഫറൻസ് കൂടും. റേഡിയസ് കൂടുന്തോറും ഡയമീറ്ററും സാധാരണയായിട്ടും ഇൻക്രീസ് ചെയ്യും. ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് റേഡിയസ് ആണ്. സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ πd എന്നുള്ളതാണ് ഫോർമുല. റേഡിയസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ 2πr ആണ് ഫോർമുല. ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ πr² ആണ് ഫോർമുല. അപ്പോൾ അത്രയേ ഉള്ളൂ ബേസിക്സ്. ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡും തേർഡും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനും അടുത്ത വീഡിയോയിൽ ചെയ്യാം.